വയനാട് ദുരന്തബാധിതർക്കുള്ള കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീടുകൾ നറുക്കെടുപ്പിലൂടെ കൈമാറും. ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് കൈമാറുക. ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് ആദ്യ പരിഗണന. കൽപ്പറ്റയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നറുക്കെടുപ്പ് വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ടൗൺഷിപ്പ് ഉദ്ഘാടന തീയതി തീരുമാനിക്കും. മന്ത്രി OR കേളുവും ടി സിദ്ദിഖ് MLA ഉൾപ്പെടുന്ന സംഘം ടൗൺഷിപ്പ് സന്ദർശിച്ചു. ടൗൺഷിപ്പിൽ പൂർത്തീകരിച്ചിട്ടുള്ള ആദ്യഘട്ട വീടുകൾ ഇപ്പോൾ 178 വീടാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. താമസിയാതെ ഏകദേശം 300 വീടോളം പൂർത്തീകരിക്കും. അപ്പോൾ 410 വീടും പടിപടിയായിട്ട് നറുക്കെടുപ്പിൽ കൂടി ഗുണഭോക്താവ് തന്നെ അവർ തന്നെ നേരിട്ട് നറുക്കെടുത്ത് അവരുടെ വീട് സെലക്ട് ചെയ്യുന്ന രീതിയിൽ വീട് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ഒരു ഓൾപാർട്ടി തീരുമാനമാണ് ഇന്ന് കളക്ട്രേറ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക് മോഹൻ, അതിവേഗം ടൗൺഷിപ്പിന്റെ പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ആദ്യഘട്ട വീടുകളുടെ വിതരണം ഉടൻ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ തീയതി തീരുമാനിക്കുമോ? എങ്ങനെയാണ് വീടുകൾ വിതരണം ചെയ്യുക? അരുൺകുമാർ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 410 വീടുകൾ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുക എന്നാണ് ഇന്നിപ്പോൾ പട്ടികവർഗ പിന്നോക്ക വികസനക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏറ്റവും ആദ്യം പരിഗണന നൽകുന്നത് വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്കാണ്. ഉപഭോക്താക്കൾക്ക് തന്നെ നേരിട്ട് നറുക്കെടുപ്പ് നടത്തി തങ്ങൾക്ക് ലഭിക്കുന്ന വീടുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ 178 വീടുകൾ ഫെബ്രുവരി മാസം ആദ്യത്തോടു കൂടി തന്നെ കൈമാറും എന്നാണ് ഇപ്പോൾ മന്ത്രി കേളു അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആദ്യഘട്ടത്തിലുള്ള വീടുകൾ 178 കൈമാറും. ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിനൊടുവിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖും അതോടൊപ്പം മന്ത്രി OR കേളുവും ടൗൺഷിപ്പ് സന്ദർശിച്ചു. ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കണം ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പ് നടത്തുക എന്നതിനെ പറ്റിയുള്ള കൂടുതൽ അവലോകന യോഗവും ഇന്ന് നടത്തിയിട്ടുണ്ട്. ഏതായാലും നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ടൗൺഷിപ്പ് യോഗത്തിലായിരിക്കും ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകുക. അരുൺ, താങ്ക് യു. ദീപക്കാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.